ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമന്നാരായണീയം 80-ാം ദശകം 2-ാമത്തെ ശ്ലോകം. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് വളരെ വിലപിടിപ്പുള്ള സ്യമന്തകരത്നവുമായി വന്ന സത്രാജിത്തിനോട് ഭഗവാൻ ആ രത്നം ഉഗ്രസേന രാജാവിൻ്റെ അടുത്താണ് ഇരിക്കേണ്ടത് എന്ന് പറഞ്ഞു. അത് അവിടെ കൊടുക്കുന്നതിന് താല്പര്യപ്പെട്ടു. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാത്ത ഭഗവത് വചനങ്ങളെ ധിക്കരിച്ചുകൊണ്ട് അത് കൊടുക്കാൻ തയ്യാറാകാതെ അവിടെ നിന്നും പോവുകയായിരുന്നു. നമ്മളായാലും വളരെ വിലപിടിപ്പുള്ള ഒരു വസ്തു മറ്റുള്ളവർ കാണുകെ പ്രദർശിപ്പിച്ച് നടന്നു കഴിഞ്ഞാൽ അതിനോട് ആഗ്രഹം തോന്നുന്ന പലരും നമുക്ക് ചുറ്റുമുണ്ടാകാം. അതുകൊണ്ട് തന്നെ ആ വസ്തു നമ്മുടെ ജീവന് തന്നെ ആപത്താവുകയും ചെയ്യും. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഭഗവാൻ സത്രാജിത്തിനോട് രത്നം അതിരിക്കേണ്ട സ്ഥലത്ത് എത്തിക്കുന്നതിന് താല്പര്യപ്പെട്ടത്. എന്നാൽ അല്പബുദ്ധിയായിട്ടുള്ള, ഭഗവാനെക്കുറിച്ച് യാതൊന്നും മനസ്സിലാക്കാത്ത സത്രാജിത്ത് തൻ്റെ ഭവനത്തിലെത്തി അവിടെ തൻ്റെ പൂജാവിഗ്രഹത്തിന് മുന്നിൽ വച്ച് പൂജിക്കുകയാണ് ചെയ്തത്. ഇത് കണ്ടുകൊണ്ട് നിന്ന സത്രാജിത്തിൻ്റെ അനുജൻ ഒരു ദിവസം മൃഗയാവിനോദത്തിന് പോകുന്നതിന് താല്പര്യപ്പെടുകയും ഈ രത്നം ധരിച്ചുകൊണ്ട് പോകുന്നതിനുള്ള ആഗ്രഹം സത്രാജിത്തിനോട് പ്രകടിപ്പിക്കുകയും ചെയ്തു. സത്രാജിത്തിൻ്റെ അനുജനായിട്ടുള്ള പ്രസേനൻ കാട്ടിൽ പോകുമ്പോൾ ആരെങ്കിലും ഈ രത്നമൊക്കെ ഇട്ടുകൊണ്ട് പോവോ? അതുകൊണ്ട് തന്നെ പറഞ്ഞ അല്പബുദ്ധികളാണ്. രത്നവും അണിഞ്ഞ് മറ്റുള്ളവർ കാണുക വനത്തിലേക്ക് പോയി. കഷ്ടകാലം എന്നേ പറയേണ്ടതുള്ളൂ. യാത്രയിൽ കൂട്ടം തെറ്റി പ്രസേനൻ വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. വനത്തിനുള്ളിൽ തിളങ്ങുന്ന ഒരു വസ്തു കണ്ട് വിശപ്പുമായി വന്ന ഒരു സിംഹം അത് തനിക്ക് തിന്നാനുള്ള എന്തെങ്കിലും ആകുമോ എന്ന് കരുതിക്കൊണ്ട് തന്നെ പ്രസേനൻ്റെ ശരീരത്തേക്ക് ചാടി വീണു. പിന്നീട് ഭക്ഷണമെല്ലാം കഴിഞ്ഞ് പ്രസേനൻ സഞ്ചരിച്ചിരുന്ന കുതിരയും പ്രസേനനെയും തിന്ന് രത്നവുമായി നടന്നു പോവുകയാണ്. രത്നവുമായി നടന്നു പോകുന്നതിനിടയിൽ ഇത് ഒരു കവിശ്രേഷ്ഠനായിട്ടുള്ള ജാംബവാൻ കണ്ടു. ജാംബവാൻ ഈ വസ്തുവിൽ കുറച്ച് ആഗ്രഹം തോന്നി. നാട്ടിലായാലും അങ്ങനെ തന്നെയാണ്. ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഇട്ടുകൊണ്ട് നടന്ന ഒരാൾ മോഷ്ടിക്കും, പിന്നെ ആ ആളെ വധിച്ച് വേറൊരാൾ മോഷ്ടിക്കും. ഇങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ബാങ്ക് ലോക്കറിലും സേഫായിട്ടുള്ള സ്ഥലങ്ങളിലും ഇതുപോലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ ചെന്ന് വയ്ക്കുന്നത്. ഭഗവാൻ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ സത്രാജിത്തിനോട് കാര്യം പറഞ്ഞതാണ്. പക്ഷെ അത് കേൾക്കാനുള്ള ബുദ്ധി സത്രാജിത്തിനുണ്ടായില്ല. സിംഹത്തെ വധിച്ച ജാംബവാൻ അതൊരു കളിപ്പാട്ടമായി മാത്രം മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ ഗുഹയിലേക്ക് പോയി അവിടെ ഉണ്ടായിരുന്ന തൻ്റെ മകന് അത് കളിക്കാൻ കൊടുക്കുകയാണ്. ഇതുവരെയുള്ള ഭാഗമാണ് ശ്രീ ഭട്ടതിരിപ്പാട് 2-ാമത്തെ ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി ഓരോ വാക്കുകൾ നമുക്ക് പരിചയപ്പെടാം. അദത്തം തം തുഭ്യം മണിവരം അനേന അല്പമനസാ പ്രസേനഃ തത് ഭ്രാതാ ഗളഭുവി വഹൻ പ്രാപ മൃഗയാം അഹൻ ഏനം സിംഹഃ മണിം അഹസി മാംസഭ്രമവശാത് കപീന്ദ്രഃ തം ഹത്വാ മണിം അപി ച ബാലായ ദദിവാൻ. അദത്തം തം തുഭ്യം മണിവരമനേനാൽപമനസാ പ്രസേന തദ്ഭ്രാത ഗളഭുവി വഹൻ പ്രാപമൃഗയാം അഹന്നേനം സിംഹോ മണിമഹസി മാംസഭ്രമവശാത് കപീന്ദ്രസ്തം ഹത്വാ മണിമപി ച ബാലായ ദദിവാൻ. അദത്തം തം, അദത്തം നൽകപ്പെടാതിരുന്നത്, തം ആ, തുഭ്യം ഭഗവാന്. എന്താണ് ഭഗവാന് നൽകപ്പെടാതിരുന്നത്?
മണിവരം അനേന അല്പമനസ. ആ സ്യമന്തകത്തെ അനേന സത്രാജിത്തിനാൽ അല്പമനസ നിസാര മനസ്സോടു കൂടിയിട്ടുള്ളവനായിട്ടുള്ള ഭഗവാൻ എന്തുകൊണ്ടാണ് അപ്രകാരം പറയുന്നത് എന്നുപോലും ചിന്തിക്കാതെ ഭഗവാന്റെ വാക്കുകളെ പൂർണ്ണമായും ധിക്കരിച്ചുകൊണ്ട്, അതാണ് അല്പമനസ എന്ന് പറഞ്ഞത്. മണിവരം തം, ആ സെമന്തകത്തെ എന്തു ചെയ്തു? പ്രസേന തത് ഭ്രാത, പ്രസേനൻ എന്ന തത് അവൻ്റെ സഹോദരന് ഒരു ദിവസം ഗളഭുവി വഹൻ, കഴുത്തിൽ വഹൻ ധരിക്കുക, കഴുത്തിൽ ധരിക്കുന്നതിനായി നൽകി. അതിനുശേഷം അവൻ എന്തു ചെയ്തു? പ്രാപ മൃഗയാം, പ്രാപ പോയി എവിടേക്ക്? മൃഗയാം, മൃഗയാ വിനോദത്തിനായി. മൃഗയാ വിനോദം എവിടെ നടക്കുന്നത്? കാട്ടിൽ. അപ്പോൾ കാട്ടിലേക്ക് നായാട്ടിനായിക്കൊണ്ട് സുഹൃത്തുക്കളുമായി പ്രസേനൻ എന്ന് പറയുന്ന ആ സത്രാജിത്തിൻ്റെ സഹോദരൻ സ്യമന്തകവും ധരിച്ചുകൊണ്ട് പോവുകയാണ്. അഹൻ ഏനം സിംഹ, അഹൻ എന്നാൽ വധിച്ചു. ആരെ വധിച്ചു? ഏനം, ആ സത്രാജിത്തിൻ്റെ സഹോദരനായിട്ടുള്ള പ്രസേനനെ വധിച്ചു. ആരാ വധിച്ചത്? സിംഹ, സിംഹം വധിച്ചു. ആ സമയത്ത് എവിടെ നിന്നോ വന്ന ഒരു സിംഹം വധിച്ചു. എന്തിനാ വധിച്ചത്? അഹൻ ഏനം സിംഹ മണിം അഹസി, സ്യമന്തകത്തെ കണ്ട് മാംസഭ്രമവശാത്, അത് മാംസമാണ് എന്ന് ഭ്രമവശാത് തെറ്റിദ്ധരിച്ചുകൊണ്ട് ആണ് ആ മാംസം എടുക്കുന്നതിനായി സിംഹം പ്രസേനനെ വധിച്ചത്. എന്നാൽ സിംഹത്തിന് ആ രത്നവുമായി പോകാൻ സാധിച്ചോ? സാധിച്ചില്ല. പോകുന്ന വഴിയിൽ കപീന്ദ്ര തം, കപി ശ്രേഷ്ഠൻ, അവിടെ ജാംബവാൻ എന്ന പേര് അണ്ടർസ്റ്റുഡാണ്. അപ്പോൾ കപീന്ദ്രനായിട്ടുള്ള ജാംബവാൻ തം അവനെ, ആരെ? സിംഹത്തിനെ ഹത്വ വധിച്ചതിനു ശേഷം മണിം അപി ച ബാലായ, ആ മണിയും എടുത്ത് തൻ്റെ പുത്രനു വേണ്ടി ദതിവാൻ കൊടുത്തു. സിംഹം പ്രസേനനെ വധിച്ച് രത്നമെടുത്തു. അതുമായി പോകുമ്പോഴാണ് ജാംബവാൻ കാണുന്നത്. ജാംബവാൻ അത് എന്തോ ഒരു മധുരമുള്ള പഴമായിരിക്കുമോ അല്ലെങ്കിൽ എന്താണ് വസ്തു എന്ന് മനസ്സിലാക്കാതെ തന്നെ സിംഹവുമായി പോരാടുകയും സിംഹത്തിനെ വധിച്ചുകൊണ്ട് ആ മണിയുമായി, ആ സെമന്തക രത്നവുമായി അവിടെ നിന്ന് പോയി തനിക്ക് ഉപയോഗമില്ല എന്ന് കണ്ടപ്പോൾ കളിക്കുന്നതിന് വേണ്ടി തൻ്റെ പുത്രന് അത് കൊടുക്കുകയും ചെയ്തു. എത്ര വിലപിടിപ്പുള്ള വസ്തുവാണ് എങ്കിലും അതിൻ്റെ വാല്യൂ മനസ്സിലാക്കാത്ത ഒരുത്തിന് കിട്ടിക്കഴിഞ്ഞാൽ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടി എന്നതുപോലെയാണല്ലേ. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ആ വസ്തുവിൻ്റെ മഹത്വം അറിയാതെ, മഹത്വം അറിയുന്ന ഒരാൾ അത് എവിടെയാണ് വയ്ക്കേണ്ടത് എന്ന് പറഞ്ഞുവെങ്കിലും അതൊന്നും കേൾക്കാതെ ആ വാക്കുകളെ ധിക്കരിച്ചു കൊണ്ട് പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പല പ്രശ്നങ്ങളും നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ സത്രാജിത്ത് അനുഭവിച്ചത്. അതാണ് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അടുത്ത ശ്ലോകത്തിൽ ഭഗവാനെ അതിൽ കുറ്റക്കാരനായി സത്രാജിത്ത് കാണുകയാണ്. ശ്ലോകം നമുക്കൊന്നുകൂടി നോക്കാം. അതത്തം തം തുഭ്യം മണിവരമനേനാൽപമനസാ പ്രസേനാ തത്ഭ്രാതാ ഗളഭുവി വഹൻ പ്രാപമൃഗയാം അഹന്നേനം സിംഹോ മണിമഹസി മാംസഭ്രമവശാത് കപീന്ദ്രസ്തം ഹത്വാ മണിമപി ച ബാലായ ദദിവാൻ. ഹരേ